ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ട്രിഗണോമെട്രിയിലെ പ്രോഡക്റ്റ് ഫോർമുല എന്നാണ് ഈ ടോപ്പിക്കിൻ്റെ പേര്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടാം. അതുകൊണ്ട് നിങ്ങളിത് ഇതിനകത്തുള്ള പ്രോബ്ലംസൊക്കെ ഈ ഫോർമുല 4 ഉണ്ട്. ഈ 4 ഫോർമുലയും നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. അതുപോലെ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസും എഴുതി പഠിക്കണം. അപ്പോൾ ആദ്യത്തെ ഫോർമുല 2 സൈൻ സിയും സൈൻ ഡിയും 2 ട്രിഗണോമെട്രിക് സൈൻ ഫങ്ഷൻസ് ആണ്. സൈൻ സി എന്നൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്, സൈൻ ഡി എന്ന് പറയുന്നതും ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. ഈ 2 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ടായിട്ട് വരുന്നത്? അതിൻ്റെ പ്രൂഫൊക്കെ ഉണ്ട്. നമുക്ക് പ്രൂഫിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആ റിസൾട്ട് മാത്രം നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക. അപ്പോൾ 2 സൈൻ ഫങ്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. സൈൻ സിയും സൈൻ ഡിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇതാണ്. 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. സിയും ഡിയും തന്നിട്ടുണ്ട്. അതിനെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സി പ്ലസ് ഡി ബൈ 2. അപ്പോൾ സൈൻ സി പ്ലസ് ഡി ബൈ 2. ഒരു 2 ഉണ്ട്. 2 സൈൻ സി പ്ലസ് ഡി ബൈ 2. ഇവിടെ വരുന്നത് സിയും ഡിയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അതായത് സി മൈനസ് ഡി കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് കോസ് എടുക്കണം. കോസ് സി മൈനസ് ഡി ബൈ 2. അടുത്ത 2 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് സൈൻ സിയും സൈൻ ഡിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ റിസൾട്ട്, ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. കാരണം ഞാൻ സൈൻ സി പ്ലസ് സൈൻ ഡിയിലെ ആദ്യം വന്നത് സൈനും രണ്ടാമത് വന്നത് കോസുമാണ്. പക്ഷേ ഇവിടെ ആദ്യം കോസും രണ്ടാമത് സൈൻ വരും. സി പ്ലസ് ഡി ബൈ 2 ആദ്യം എപ്പോഴും സി പ്ലസ് ഡി ബൈ 2, രണ്ടാമത് എപ്പോഴും സി മൈനസ് ഡി ബൈ 2. സൈൻ സി പ്ലസ് സൈൻ ഡി ആപ്പോൾ ആദ്യം സൈനും പിന്നെ കോസും. സൈൻ സി മൈനസ് സൈൻ ഡി ആപ്പോൾ ആദ്യം കോസും പിന്നെ സൈനും. അപ്പോൾ സൈനും കോസും മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. സൈൻ സി പ്ലസ് സൈൻ ഡിയിലും സൈൻ സി മൈനസ് സൈൻ ഡിയിലും. അടുത്ത 2 കൊസൈൻ ഫംഗ്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുകയാണ്. കോസ് സിയും കോസ് ഡിയും തമ്മിൽ ആഡ് ചെയ്യുന്നു. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് കോസ് സിയും കോസ് ഡിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ രണ്ടും കോസ് വരും റൈറ്റ് സൈഡിൽ. 2 കോസ് ആദ്യം സി പ്ലസ് ഡി ബൈ 2, രണ്ടാമത് സി മൈനസ് ഡി ബൈ 2. അതെപ്പോഴും അങ്ങനെ തന്നെ. ആദ്യത്തത് സി പ്ലസ് ഡി ബൈ 2, രണ്ടാമത്തത് സി മൈനസ് ഡി ബൈ 2. കോസ് സി രണ്ടും കോസ് വരുന്ന സമയത്ത്, അതായത് കോസ് സി പ്ലസ് കോസ് ഡി വരുന്ന സമയത്ത് ഇവിടെ രണ്ടും കോസ് തന്നെ ആയിരിക്കും. അപ്പോൾ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2. അടുത്ത കോസും 2 കോസ് തമ്മിലുള്ള സബ്ട്രാക്ഷനാണ്. കോസ് സിയിൽ നിന്നും കോസ് ഡി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇസ് ഈക്വൽ ടു -2 സൈൻ. ഇവിടെ ഒരു മൈനസ് വരും. 2 കോസും ഡിഫറൻസ്, കോസിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ മൈനസ് വരും. -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. ഇതാണ് റിസൾട്ട്. കോസ് സി മൈനസ് കോസ് ഡി എന്ന് പറയുന്നത് -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. കോസ് സി പ്ലസ് കോസ് ഡി വരുമ്പോൾ ഇത് രണ്ടും കോസ് വരും. കോസ് സി മൈനസ് കോസ് ഡി വരുമ്പോൾ ഇത് രണ്ടും സൈൻ വരും. ഇവിടെ ഒരു മൈനസും വരും. ആദ്യത്തത് എല്ലാം സി പ്ലസ് ഡി ബൈ 2, രണ്ടാമത്തെ എല്ലാം സി മൈനസ് ഡി ബൈ 2. ഇത് 4 നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം. ഇതിനകത്തുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫോമുല എല്ലാം എഴുതി പഠിക്കുക, വായിച്ച് പഠിക്കുക. ഇത് മെമ്മറൈസ് ചെയ്യുക, കാണാതെ പഠിക്കുക. അടുത്ത പ്രോബ്ലമാണ് സൈൻ 4a പ്ലസ് സൈൻ 2a ബൈ കോസ് 4a പ്ലസ് കോസ് 2a ഈസ് ഈക്വൽ ടു ടാൻ 3a എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. LHS ഇസ് ഈക്വൽ ടു, ഇത് സൈൻ സി പ്ലസ് സൈൻ ഡി എന്നുള്ള രൂപത്തിലാണ്. സൈൻ സി പ്ലസ് സൈൻ ഡി. അതിൻ്റെ ഫോർമുലയുണ്ട് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2. സി പ്ലസ് ഡി ഇവിടെ 4a പ്ലസ് 2a ആണ്. 4a പ്ലസ് 2a ബൈ 2 ഇൻറ്റു കോസ് 4a മൈനസ് 2a ബൈ 2.
അപ്പോൾ ഈ ഫോമുല അറിയത്തില്ലെങ്കിൽ, അതായത് സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഫോമുല അറിയത്തില്ലെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 കോസ് സി മൈനസ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ 2 കോസ്, ഇത് കോസ് സി പ്ലസ് കോസ് ഡി, അപ്പോൾ രണ്ടും കോസ് വരും. 2 കോസ് 4a പ്ലസ് 2a ബൈ 2 ഇൻറ്റു കോസ് 4a മൈനസ് 2a ബൈ 2. ഓക്കെ, ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും, മേളിലും താഴെയും 2 വരുന്നുണ്ട്. ഇത് കോസ് 4a മൈനസ് 2a ബൈ 2, ഇത് കോസ് 4a മൈനസ് 2a ബൈ 2, സെയിം ക്വാണ്ടിറ്റി, അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ഇനി വരുന്നത് ഇത് 4a പ്ലസ് 2a എന്ന് പറഞ്ഞാൽ 6a ആണ്. 6a 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3a, അപ്പോൾ ഇത് സൈൻ 3a ഡിവൈഡഡ് ബൈ ഇത് 3a തന്നെ വരും ഇവിടെ, 4a പ്ലസ് 2a ബൈ 2 കോസ് 3a. സൈൻ ഡിവൈഡ് ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്, അപ്പോൾ ടാൻ 3a. ഇതൊക്കെ ചെറിയ പ്രോബ്ലംസ് ആണ്, ഇതൊക്കെ നിങ്ങൾ പലതവണ എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം സൈൻ എക്സ് പ്ലസ് സൈൻ 2x ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് കോസ് 2x. ഇവിടെ സൈൻ സി പ്ലസ് സൈൻ ഡി, മേളിൽ താഴെ കോസ് സി പ്ലസ് കോസ് ഡി. ആ ഫോമുല അപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സും 2x ഉണ്ട്, അതിൽ 2x ആണ് വലുത്, അത് എപ്പോഴും ആദ്യം എഴുതുക. അപ്പോൾ സൈൻ 2x ആദ്യം എഴുതുക, സൈൻ എക്സ് രണ്ടാമത് എഴുതുക. അപ്പോൾ സൈൻ 2x പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതുക ഡിവൈഡഡ് ബൈ കോസ് 2x ആദ്യം എഴുതണം, രണ്ടാമത് കോസ് എക്സ് എഴുതി. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, എന്നാലും നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 2x വലിയ ആംഗിൾ ആദ്യം എഴുതുന്നു. ഇനി ഇത് സൈൻ സി പ്ലസ് സൈൻ ഡി ആണ്. നോക്കാം അതിൻ്റെ റിസൾട്ട്. സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ റിസൾട്ട് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2. 2 സൈൻ സി പ്ലസ് ഡി, 2xും എക്സും കൂടെ ആഡ് ചെയ്യണം. 2 സൈൻ 2x പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു കോസ് സൈൻ സി പ്ലസ് സൈൻ ഡിയിൽ കോസ് സി മൈനസ് ഡി ബൈ 2 എന്ന് വരും. സി മൈനസ് ഡി ആകുമ്പോൾ 2x മൈനസ് എക്സ് ബൈ 2. അപ്പം സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ റിസൾട്ട് അങ്ങോട്ട് എഴുതി. ഡിവൈഡഡ് ബൈ കോസ് സി പ്ലസ് കോസ് ഡി, അത് 2 കോസ് സി പ്ലസ് ഡി ബൈ 2 2 cos c plus d by 2 cos c minus d by 2. ഇങ്ങനെ എഴുതാം. ആ ഫോമുല അങ്ങോട്ട് അപ്ലൈ ചെയ്തേ ഉള്ളൂ. ഇവിടെ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി, മേളിലും താഴെയും 2 ഉണ്ടെങ്കിൽ ഒരു സെയിം നമ്പറാണ്, ക്യാൻസൽ ചെയ്യാം നമുക്ക്. ഇവിടെ കോസ് 2x മൈനസ് എക്സ് ബൈ 2 കോസ് 2x മൈനസ് എക്സ് ബൈ 2, അത് രണ്ട് സെയിം ആണ്, വെട്ടിപ്പോവും. ഇസ് ഈക്വൽ ടു ഇത് സൈൻ ആണ്, ഇത് എക്സ് പ്ലസ് 2x പ്ലസ് എക്സ് 3x ബൈ 2 ഡിവൈഡഡ് ബൈ ഇത് കോസ് 2x പ്ലസ് എക്സ് 3x ആണ്, 3x ബൈ 2 ഇസ് ഈക്വൽ ടു ടാൻ 3x ബൈ 2. ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അതൊക്കെ വളരെ എളുപ്പമാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി, എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലമാണ് കോസ് 5 മൈനസ് സൈൻ 25 ഇസ് ഈക്വൽ ടു സൈൻ 35. കോസ് 5 മൈനസ് സൈൻ 25 ഇസ് ഈക്വൽ ടു സൈൻ 35. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കോസും സൈനുമാണ്. കോസ് സി മൈനസ് സൈൻ ഡി ആണ്, അതിന് ഫോമുല ഇല്ല. കോസ് സി മൈനസ് സൈൻ ഡിക്ക് ഫോമുല ഇല്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഈ സൈൻ മൈനസ് സൈൻ 25നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് കോസ് 5 എന്ന് കിട്ടും, റൈറ്റ് സൈഡ് സൈൻ 35 ഉണ്ട് പ്ലസ് സൈൻ 25. അപ്പം ഇത് പ്രൂവ് ചെയ്യുന്നതിന് പകരം, അതായത് ആദ്യത്തെ ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുന്നതിന് പകരം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്താലും മതി. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുന്നതിന് റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ഇത് സൈൻ സി ആണ്, ഇത് സൈൻ ഡി ആണ്. സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഫോമുല നമുക്കറിയാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തു. RHS സൈൻ 35
പ്ലസ് സൈൻ 25. ഇതിൻ്റെ ഫോമിൽ അങ്ങോട്ട് എഴുതണം. 2 സൈൻ സി പ്ലസ് ഡി ബൈ 2. 2 സൈൻ സി പ്ലസ് ഡി 35 പ്ലസ് 25 ബൈ 2 ഇൻറ്റു 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. Two sin c plus d by 2 into cos c minus d by 2 is equal to 2 sin 35 25 കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? 60. 60 by 2 30. 35 plus 25 എന്ന് പറയുന്നത് 60 ആണ്. 60നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും. ഇത് കിട്ടുന്നത് കോസ് 35 മൈനസ് 25. 35 25 സെപ്പറേറ്റ് ചെയ്താൽ 10 ആണ്. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. അപ്പോൾ ഇത് 5 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ 30. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. സൈൻ 30യുടെ വാല്യൂ. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. 1/2 ആണ്. ഇൻറ്റു കോസ് 5. 2 2 ക്യാൻസൽ ചെയ്ത് പോകും. ആൻസർ കോസ് 5. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ കോസ് സി മൈനസ് സൈൻ ഡി എന്നൊക്കെയുള്ള പ്രോബ്ലം വരുമ്പോൾ ഒരെണ്ണത്തിന് റൈറ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടോ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത പ്രോബ്ലം. പ്രൂവ് ദാറ്റ് സൈൻ 33 പ്ലസ് കോസ് 63 ഈസ് ഈക്വൽ ടു കോസ് 3. സൈൻ 33 പ്ലസ് കോസ് 63 ഈസ് ഈക്വൽ ടു കോസ് 3. ഇവിടെ ഇത് സൈൻ സിയും ഇത് കോസ് ഡിയുമാണ്. സൈൻ സി പ്ലസ് കോസ് ഡിക്ക് ഫോർമുല ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കോസ് 63 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അപ്പം എന്ത് കിട്ടും? പ്രൂവ് ദാറ്റ് സൈൻ 33 ഇസ് ഈക്വൽ ടു കോസ് 3 മൈനസ് കോസ് 33 അല്ല കോസ് 63. കോസ് 63 റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. ഇനി ഇത് പ്രൂവ് ചെയ്യാനായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കണം. RHS കോസ് 3 മൈനസ് കോസ് 63. കോസ് 3 മൈനസ് കോസ് 63 ഈസ് ഈക്വൽ ടു ഇത് കോസ് സി മൈനസ് കോസ് ഡി ആണ്. കോസ് സി മൈനസ് കോസ് ഡിക്ക് ഫോർമുലയുണ്ട്. ആ ഫോർമുല -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 3 പ്ലസ് 63 ബൈ 2 -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സി മൈനസ് ഡി ബൈ 2 -2 സൈൻ 63 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 66 ആണ്. 66നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 33. ഇത് 33 എന്ന് വരും. ഇൻറ്റു സൈൻ 3 മൈനസ് 63. 3 മൈനസ് 63 എന്ന് പറഞ്ഞാൽ -60 ആണ്. -60യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -30 ഇസ് ഈക്വൽ ടു -2 സൈൻ 33 ഇൻറ്റു സൈൻ മൈനസ് തീറ്റ. സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ 30. സൈൻ മൈനസ് തീറ്റ ഈസ് മൈനസ് സൈൻ തീറ്റ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് പ്ലസ് ആവും. 2 മൈനസ്. അപ്പോൾ 2 സൈൻ 33 ഇൻറ്റു സൈൻ 30 1/2. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് സൈൻ 30യുടെ വാല്യൂ. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോവും. ആൻസർ സൈൻ 33. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം സൈൻ 50 മൈനസ് സൈൻ 70 പ്ലസ് കോസ് 80 ഇസ് ഈക്വൽ ടു 0. ഇവിടെ 3 ഫങ്ഷൻസ് ആണ് വരുന്നത്. സൈൻ സി മൈനസ് സൈൻ ഡി പ്ലസ് കോസ്. 3 കൂടെ ഒരുമിച്ച് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. 2 സൈൻ ഫങ്ഷൻസ് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 2 സൈൻ ഫങ്ഷൻസ് ഉണ്ട്. സൈൻ സി മൈനസ് സൈൻ ഡി. ഇത് രണ്ടും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു LHS is equal to sin C minus sin D. അതിൻ്റെ ഫോർമുല 2 cos C plus D by 2 50 plus 70 by 2 into sin 50 minus 70 by 2.
അതായത് 2 കോസ് സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2 എന്ന് എഴുതാം, പ്ലസ് കോസ് 80. ഓക്കെ, 50 പ്ലസ് 70 എന്ന് പറയുന്നത് 120 ആണ്. 120 ബൈ 2 ഈസ് ഈക്വൽ ടു 60. അപ്പോൾ ഇത് 60 ആണ്. അപ്പോൾ 2 കോസ് 60 ഇൻറ്റു സൈൻ 50 മൈനസ് 70 എന്ന് പറഞ്ഞാൽ മൈനസ് 20 ആണ്. മൈനസ് 20 ബൈ 2 ഈസ് മൈനസ് 10 പ്ലസ് കോസ് 80 നമുക്ക് 90 മൈനസ് 10 എന്ന് എഴുതാം. കോസ് 80 ഈസ് കോസ് 90 മൈനസ് 10 ഇസിക്കൽ 2 ഇൻറ്റു കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. കോസ് 60യുടെ വാല്യൂ ഒക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അത് വാല്യൂ എഴുതിയാൽ മതി, 1/2. ഇത് സൈൻ മൈനസ് തീറ്റ. സൈൻ മൈനസ് തീറ്റ ഈസ് മൈനസ് സൈൻ തീറ്റ, മൈനസ് സൈൻ 10 എന്ന് എഴുതാം. പ്ലസ് ഇത് കോസ് 90 മൈനസ് തീറ്റ. കോസ് 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പോൾ കോസ് 90 മൈനസ് 10 ഈസ് സൈൻ 10. ഈ 2 ക്യാൻസൽ ആയി, ഇത് മൈനസ് സൈൻ 10, ഇത് മൈനസ് സൈൻ 10ഉം ഇത് പ്ലസ് സൈൻ 10ഉം ആഡ് ചെയ്യുമ്പോൾ 0 ആയിപ്പോൾ. ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അടുത്ത പ്രോബ്ലം ആണ് സൈൻ 2 ആൽഫ പ്ലസ് സൈൻ 5 ആൽഫ മൈനസ് സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് 2 ആൽഫ പ്ലസ് കോസ് 5 ആൽഫ പ്ലസ് കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ 2 ആൽഫ. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് റൈറ്റ് സൈഡ് എന്ന് പ്രൂവ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു സൈൻ 2 ആൽഫ പ്ലസ് ഇത് സിംപ്ലിഫൈ ചെയ്യാം, സൈൻ 5 ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ സി മൈനസ് സൈൻ ഡി. അതിൻ്റെ ഫോർമുല 2 കോസ് സി പ്ലസ് ഡി ബൈ 2 5 ആൽഫ പ്ലസ് ആൽഫ ബൈ 2 2 cos c plus d by 2 into cos c minus d by 2 cos 5 alpha minus alpha by 2 divided by, sorry, ഇത് cos അല്ല, ഇത് sin ആണ്. sin 5 alpha minus alpha by 2. ഇത് cos c minus അല്ല sin c minus sin d യുടെ ഫോർമുലയാണ്. ഇവിടെ cos 2 alpha പ്ലസ് ഇത് കോസ് സി പ്ലസ് കോസ് ഡി. കോസ് സി പ്ലസ് കോസ് ഡി എന്ന് പറഞ്ഞാൽ 2 കോസ് സി പ്ലസ് ഡി ബൈ 2 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും സിംപ്ലിഫിക്കേഷൻ. സൈൻ 2 ആൽഫ പ്ലസ് 2 കോസ് 5 ആൽഫ പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാൽ 6 ആൽഫയാണ്. 6 ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ 3 ആൽഫ. അപ്പോൾ ഇത് കോസ് 3 ആൽഫ ഇൻറ്റു സൈൻ 5 ആൽഫ മൈനസ് ആൽഫ ഈസ് 4 ആൽഫ. 4 ആൽഫ ബൈ 2 ഈസ് 2 ആൽഫ. 2 ആൽഫ ഡിവൈഡഡ് ബൈ കോസ് 2 ആൽഫ പ്ലസ് 2 കോസ് 3 alpha into cos 2 alpha. Okay, 5 alpha plus alpha by 2 3 alpha ആണ്. 5 alpha minus alpha by 2 2 alpha. ഇവിടെ ന്യൂമറേറ്റർ നോക്കണം. ന്യൂമറേറ്ററിൽ ഈ സൈൻ 2 ആൽഫ, ഇവിടെ ഒരു സൈൻ 2 ആൽഫ, അത് കോമൺ ആണ്, അത് പുറത്തെടുക്കണം. അപ്പോൾ സൈൻ 2 ആൽഫ ഇൻറ്റു ഇത് 1 പ്ലസ് സൈൻ 2 ആൽഫ മാറിയ 2 കോസ് 3 ആൽഫ ഡിവൈഡഡ് ബൈ ഇത് കോസ് 2 ആൽഫ, ഇവിടെ കോസ് 2 ആൽഫ, കോസ് 2 ആൽഫ പുറത്തെടുക്കാം. കോസ് 2 ആൽഫ പുറത്തെടുത്താൽ പിന്നെ ബാക്കി 1 പ്ലസ് 2 കോസ് 3 ആൽഫ. ഇവിടെ കോസ് 2 ആൽഫ, ഇത് കോസ് 2 ആൽഫ, കോസ് 2 ആൽഫ ഇങ്ങ് പുറത്തെടുത്തപ്പോൾ ഇവിടെ ബാക്കി 1 വരും, ഇവിടെ കോസ് 3 ആൽഫ. ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും വെട്ടിപ്പോകും. 1 + 2 കോസ് 3 ആൽഫയും ഈ 1 + 2 കോസ് 3 ആൽഫയും വെട്ടിപ്പോയിട്ട് സൈൻ 2 ആൽഫ ബൈ കോസ് 2 ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ 2 ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ 2 ആൽഫ. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇത് നിങ്ങൾ പലതവണ എഴുതി പഠിക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാണ്. അടുത്ത പ്രോബ്ലം കോസ് 65 പ്ലസ് കോസ് 65 പ്ലസ് കോസ് 175 ഇസ് ഈക്വൽ ടു 0. രണ്ടെണ്ണം മാത്രം സിംപ്ലിഫൈ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു
ഇത് കോസ് സി പ്ലസ് കോസ് ഡി. കോസ് സി പ്ലസ് കോസ് ഡി എന്ന് പറഞ്ഞാൽ 2 കോസ് സി പ്ലസ് ഡി ബൈ 2. 2 cos c plus d. c plus d is 55 plus 65 by 2 into cos c minus d by 2. 2 cos c plus d by 2 into cos c minus d by 2. 55 minus 65 by 2 plus cos 175 is equal to 2 cos 55 65 കൂടെ ആഡ് ചെയ്താൽ 120 ആണ്. 120 by 2 is 60. 2 cos 60 into cos 55 minus 65 എന്ന് പറഞ്ഞാൽ മൈനസ് 10 ആണ്. മൈനസ് 10 by 2 എന്ന് പറഞ്ഞാൽ മൈനസ് 5. ഇത് മൈനസ് 5 പ്ലസ് cos 180 മൈനസ് 5. cos 175ന് 180 മൈനസ് 5 എന്ന് എഴുതാം. 2 into cos 60 1 by 2 ആണ്. cos മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ cos തീറ്റയാണ്. അപ്പോൾ cos 5. ഇത് cos 180 മൈനസ് തീറ്റ നമ്മൾ പഠിച്ചതാണ്. cos 180 മൈനസ് തീറ്റ ഈസ് മൈനസ് cos തീറ്റ മൈനസ് cos തീറ്റ. തീറ്റ ഈസ് 5. അപ്പോൾ ഈ 2 2 വെട്ടിപ്പോവും. cos 5 മൈനസ് cos 5 0 എന്ന് വരും. ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇതൊക്കെ എഴുതി പഠിക്കുക. കൂടുതൽ പ്രോബ്ലംസ് ചെയ്താലേ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ള ഐഡിയ കിട്ടത്തുള്ളൂ. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക.